ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ മനോഹരമായ എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സ് ആണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ്, ഇത് സാറ്റൻ റിബൺ ആണ്. ഇത് നമുക്ക് റോളായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഒരു റോള്, ആ റോള് നമ്മൾ കട്ട് ചെയ്ത് പൂവിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മളെ സെറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാ കളറുകളും നമുക്ക് ലഭ്യമാണ്. പിന്നെ ഗ്രീൻ ടേപ്പ്, ഇത് ഞാൻ ലീഫ് സെറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ഫിനിഷ് പേപ്പർ എടുത്തതാണ്. ഈ കമ്പി വേണം. ഈ കമ്പിയും കൊണ്ട് ഒരു 5-6 പൂവ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് താങ്ങ് കൊടുക്കുവാനായിട്ട് നമ്മുടെ കെട്ടുകമ്പി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് വേണ്ടിയത്. ഈ കമ്പിയിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഇഞ്ഞെടുക്കാം. ഒരു സ്വല്പം കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മളെ ഇതിൻ്റെ എൻഡ് വശം ഒന്ന് മടക്കി കൊടുക്കുക. ഈ റിബണിൻ്റെ സാറ്റൻ റിബണാണ്. സാറ്റൻ റിബണിൻ്റെ എൻഡ് വശം ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തുകൂടെ നമ്മളിത് അങ്ങേയറ്റം വരെ കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടവും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നല്ല ഭംഗിയായിട്ട് ഈ കമ്പി ഇരുന്നോളും, ഊർന്നു പോകത്തുമില്ല. നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. ഏറ്റവും പ്രയോജനമുള്ള ഒരു കമ്പിയാണിത്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ടിത് മിഡിൽ കൂടി ഇട്ട് ആ എൻഡ് വരെ കൊണ്ടുവരിക. സൂചിയും നൂലും കൊണ്ട് തയ്ക്കണമെന്നില്ല. ഈ സൂചിയും നൂലും കൊണ്ട് തയ്ച്ചാലും നമ്മൾ പിന്നെയും കമ്പി നമ്മളിതിനായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ചെയ്യാം. അതിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇതേപോലെ കമ്പി യൂസ് ചെയ്യുന്നതാണ്. ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഈ എൻഡും കൂടെ ഒന്ന് മടക്കി എടുക്കുക. ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് ഈ കമ്പിയെ പിടിച്ച് വലിക്കുക. പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ആക്കുക. റോസ് ഫ്ലവറിൻ്റെ ഒരു ചെറിയ റോസ് ഫ്ലവർ മോഡലിൽ. ഇതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് താഴോട്ട് പോരുവാൻ മിക്കവാറും റിബൺ ഇങ്ങനെ ഊർന്നു പോവുക. അതിന് നമ്മൾ ഈ വേറെ കെട്ടുകയൊന്നും വേണ്ട. നമുക്ക് ഗ്രീൻ ടേപ്പ് നല്ല ടൈറ്റായിട്ട് ചുറ്റിയിട്ട് ഒന്ന് മേളിലേക്ക് പ്രസ് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി. ഈ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഊർന്നു പോരും നമ്മൾ കെട്ടിയില്ലെങ്കിൽ. ഇതേപോലെ ഞാൻ ഗ്രീൻ ടേപ്പ് ഞാൻ ചുറ്റി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊന്ന് ഇട്ടാൽ മതി. അത് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും, ഊർന്നു പോകത്തില്ല. പിന്നെ താഴോട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുക ഈ കമ്പിയേൽ. ഇതേപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഫിനിഷ് പേപ്പർ എടുത്തൊരു ലീഫ് സെറ്റ് ചെയ്യാം. ലീഫിന് വേണ്ടി ഫിനിഷ് പേപ്പർ എടുത്തു. ഇതിൽ നിന്ന് 3 ലീഫാണ് ഞാൻ സാധാരണയായിട്ട് ഈ ഫ്ലവറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പീസിൽ നിന്ന് ഇത്രയും വലുപ്പത്തിലെടുത്തു.
ഫ്ലവേഴ്സ്. ഈ ഫ്ലവർ ആൻഡ് ഈ ലീഫ് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ഫ്ലവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ മതി. നല്ല ഭംഗിയായിട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു കെട്ടുകമ്പിയേലെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കെട്ടുകമ്പിയേലെ വീണ്ടും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്ലവറിൻ്റെ ഹൈറ്റ് നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഫ്ലവേഴ്സ് നമ്മളൊരു കമ്പിയേൽ നമ്മൾ ആഡ് ചെയ്യുക. രണ്ടെണ്ണം വെച്ചങ്ങ് ചെയ്യാം. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കേൽ ഇതങ്ങ് സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ വെക്കുന്ന ബൗളിൻ്റെ അനുസരിച്ച് നമുക്ക് പൊക്കം കൂട്ടുക കുറയ്ക്കുക. നമുക്കിത് അങ്ങ് ഒടിച്ച് കളഞ്ഞാൽ മതി. അടിവശം ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഷേപ്പ് ചെയ്യുക. ഫ്ലവർ റെഡി. ഇതേപോലെ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ഏത് ബൗളിനകത്താണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗൾ എടുക്കുക. ഒയാസിസ് അതിനകത്ത് നനച്ചതിന് ശേഷം ഫില്ല് ചെയ്യുക. അതിനുശേഷം വലുപ്പം അനുസരിച്ച് സെറ്റ് ചെയ്യുക. ഏറ്റവും പുറകിലായിട്ട് നമുക്ക് പൊക്കമുള്ള ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് 3-4 പൂവ് ഫ്ലവേഴ്സേ ഞാൻ ഇവിടുത്തെ വെച്ചിട്ടുള്ളൂ. ഇത് വരുമ്പോഴത്തേക്കിനും അത് ആ ഭാഗം ക്ലിയർ ആയിക്കോളും. ഇവിടെ ഗ്യാപ്പുള്ള ഭാഗം ചെരിച്ചു കുത്തുക. അതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.